സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഒരു പവൻ സ്വർണത്തിന് 2160 രൂപയാണ് കൂടിയത്. ഇതോടെ പവന് 68,480 രൂപയായി. ഗ്രാമിന് 270 രൂപ കൂടി 1 ഗ്രാം സ്വർണത്തിന് 8,560 രൂപയാണ് നൽകേണ്ടത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പവൻ സ്വർണത്തിന് ഒറ്റ ദിവസം 2000-ലധികം രൂപയുടെ വർധനവ്. ഇതോടെ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 74,000-ലേറെ രൂപ നൽകണം. ഇന്ന് റെക്കോർഡ് വിലയിലാണ് സ്വർണം. പവന് 68,480 രൂപയാണ് വില. ഇന്നൊരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 74,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. സ്വർണ്ണവില കുറയുമെന്നുള്ള പ്രതീക്ഷയിൽ വൻതോതിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്വീകരിച്ച സ്വർണ്ണ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വിഷു, ഈസ്റ്റർ, അക്ഷയതൃതീയ പോലുള്ള ആഘോഷങ്ങൾ വരികയാണ്. വിവാഹ സീസണും വരുന്നു. സ്വർണ്ണവില ഉയരുന്നത് ഉപഭോക്താക്കൾക്കിടയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. ശ്രീജ ശ്യാം ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജ, ചൈന താരിഫുകളിൽ വലിയ ഉയർത്തൽ നടത്തി ഡൊണാൾഡ് ട്രംപ്. സ്വാഭാവികമായിട്ടും ഈ അസ്ഥിരത ഈ ഇന്ത്യയിലെ സ്വർണ്ണ വിപണിയെയും ബാധിച്ചിരിക്കുന്നു. അതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അപർണ, ആഗോള വിപണിയിൽ 3% ഇന്ന് സ്വർണ്ണവില കൂടിയത്. അതുതന്നെയാണ് കേരളത്തിലെ വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ച് ഇത് ഉത്സവ സീസണാണ്. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട്. വിവാഹ സീസൺ പിറകെ വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഒറ്റ ദിവസം ഗ്രാമിന് 270 രൂപ കൂടി. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 8,560 രൂപയാണ് വില. പവന് 68,480 രൂപ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഏപ്രിൽ ഇന്ന് 10-ാം തീയതിയാണ്. ഏപ്രിൽ 1-ാം തീയതി തൊട്ടുള്ള കണക്കുകൾ നോക്കിയാൽ തന്നെ ഒരു 68,080 എന്നൊക്കെയുള്ള നിലയിൽ നിൽക്കുകയായിരുന്നു. അത് വളരെ പെട്ടെന്ന് 68,480 3-ാം തീയതി എത്തിയ ആ റേറ്റ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് സ്വർണ്ണവില ഇടിയുന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ വിവാഹ സീസണൊക്കെ മുൻകൂട്ടി കണ്ട ആളുകളൊക്കെ വലിയ രീതിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അതിങ്ങനെ കുറഞ്ഞു വന്ന് ഒരു 65,800-ൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വളരെ പെട്ടെന്ന് ഇന്നലെ ഈ താരിഫ് നിലവിൽ വന്നതിന് ശേഷം സ്വർണ്ണ വിപണിയിലൊക്കെ ഒരു മാറ്റം പ്രതിഫലിച്ചു തുടങ്ങിയത്. ഇന്നലെ സ്വർണ്ണവില വീണ്ടും കൂടി 66,320 ആയിരുന്നു. ഇന്ന് അത് ഈ മാസം ഇതുവരെയുള്ളത് മാത്രമല്ല, ഒരു റെക്കോർഡ് വിലയായ 68,480-ലേക്ക് എത്തിയിരിക്കുന്നു. ഈ വില ഇടിവ് താൽക്കാലികമാണ് എന്ന സൂചനയാണ് ഇന്നലെ തന്നെ വിപണികളിലൊക്കെ പ്രതിഫലിച്ചത്. ഇന്നലെ 520 രൂപയായിരുന്നു കൂടിയത്. ഒറ്റയടിക്ക് കൂടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വില നിലവാരം വെച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊരു വർധനയാണ് ഉണ്ടായിരുന്നത്. ഇത് വലിയ രീതിയിൽ ഇനി ഈ ഡോളറുമായിട്ടുള്ള വ്യാപാരത്തിലെ നിലവാര സൂചികയൊക്കെ തന്നെയാണ് ഇതിലേക്ക് ഫലിച്ചത് എന്ന് വേണം പറയാൻ. $2,963 എന്ന 4 ആഴ്ചയിലെ താഴ്ന്ന നിലവാരത്തിലേക്ക് വീണ രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ $3,000 കടന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർണ്ണ വിലയിലെ അന്തരത്തിനൊക്കെ കാരണം ഈ വ്യാപാര യുദ്ധം വലിയ കടുക്കുന്ന സാഹചര്യത്തിൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമാണ് എന്ന ഒരു പ്രതീതി ആഗോള തലത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ സ്വർണ്ണവില ഇനിയും വരും ദിവസങ്ങളിലും കൂടുമെന്ന സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. നേരത്തെ അവർ പ്രതികരിച്ചതുപോലെ തന്നെ ശ്രീജ, ഇതിൽ സ്വർണത്തിന്റെ വില മാത്രമല്ല, പണിക്കൂലി, ഹോൾമാർക്ക് ഫീസ്, ഇങ്ങനെയെല്ലാം വാങ്ങിക്കുമ്പോൾ കൂടുതൽ ഭാരം ഉപഭോക്താക്കൾക്ക് വരുന്ന ഒരു സാഹചര്യം വിഷു അടക്കമുള്ള, അക്ഷയതൃതീയ അടക്കമുള്ള ദിവസങ്ങൾ വരികയും ചെയ്യുന്നു. ഏത് തരത്തിലാണ് സ്വർണ്ണ വിപണി ഇതിനെ കാണുന്നത്? വരും ദിവസങ്ങളിൽ കുറയാനുള്ള സാധ്യതയോ അതോ വീണ്ടും കൈവിട്ട് മുകളിലേക്ക് പോകും എന്നുള്ള വിലയിരുത്തലുകളോ എന്തെങ്കിലും ഉണ്ടോ? ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ വിപണിയിലെ അസ്ഥിരത ഏത് തരത്തിലാണ്, എന്തിലേക്കൊക്കെ പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അമേരിക്കയെ അടിസ്ഥാനമാക്കി നിൽക്കുന്ന ഒരു ആഗോള വ്യാപാര ക്രമത്തിൽ എങ്ങനെ എന്നറിയില്ല. നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ, ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ തന്നെ, ഇന്നലെ ട്രംപ് താരിഫ് നിലവിൽ വരുന്നു. ഇന്നലെ രാത്രിയാകുമ്പോഴേക്കും ബാക്കി രാജ്യങ്ങൾക്ക് എല്ലാമുള്ള താരിഫ് പിൻവലിക്കുന്നു. ചൈനയ്ക്കുള്ള താരിഫ് 104-ൽ നിന്ന് 125 ആക്കുന്നു. അതേസമയം ചൈനയുടെ ഷീ ജിൻപിങ് മിടുക്കനാണെന്ന് പറയുന്നു. എന്തും സംഭവിക്കാം. അപ്പോൾ എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ നിക്ഷേപിക്കണമെന്ന് ആഗോള വിപണിയിൽ ആകെ കൂടി ഒരു അങ്കലാപ്പുണ്ട്. ഈ അങ്കലാപ്പ് തന്നെയാണ് സ്വർണം കുറച്ചുകൂടി ബെറ്ററായ ഒരു ഓപ്ഷനായി ആളുകൾ സ്വീകരിക്കാൻ കാരണം. അപ്പോൾ ആ സമയത്ത് ചൈനീസ് ഇറക്കുമതിക്ക് ഒരു 125% നികുതിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും ഭേദമെന്ന് ഉള്ള പ്രതീതിയിൽ ഇതെങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. പക്ഷേ കേരളം പോലെ സ്വർണത്തിന് ഇത്രയേറെ താല്പര്യമുള്ള അല്ലെങ്കിൽ സ്വർണത്തോട് ഇത്രയേറെ ഭ്രമമുള്ള ഒരു സമൂഹത്തിൽ
ഇത് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ 1 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണെന്ന്. ആ 1 പവൻ സ്വർണം കിട്ടണമെങ്കിൽ 75,000 രൂപ വേണം. അപ്പോൾ ഈ ഒരു വിവാഹ സീസണൊക്കെ മുൻകൂട്ടി വരുമ്പോൾ 75,000 രൂപയ്ക്ക് 1 പവൻ വാങ്ങുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിനൊക്കെ സ്വർണം അണിഞ്ഞ് സ്വന്തം മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുകയൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ച് എന്ത് അഫോർഡ് ചെയ്യാൻ കഴിയും എന്നതൊക്കെ ഇനി നമ്മൾ കാത്തിരുന്ന് കാണാം. 1 പവന് ഇന്നത്തെ ദിവസം പണിക്കൂലി സഹിതം ഏതാണ്ട് 75,000 രൂപ, 3,50,000 രൂപയാണ് ഇന്നത്തെ ദിവസം വേണ്ടത്. റൈറ്റ്, ശ്രീജ ശ്യാം വിവരങ്ങൾ.